ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം തുടങ്ങും മുമ്പ് തന്നെ മാധ്യമങ്ങൾ എന്തായാലും ഭാരവാഹികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാധ്യമ വാർത്തകൾ പ്രകാരം ആദ്യ വനിതാ സംസ്ഥാന പ്രസിഡന്റായി സംഘടനയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ചിന്താ ജെറോമിനെ CPM സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചതായാണ് പറയുന്നത്. സംസ്ഥാന സെക്രട്ടറിയായി കണ്ണൂരിൽ നിന്നുള്ള M വിജയൻ വരുമെന്നാണ് പ്രവചനം. ആലപ്പുഴയിൽ നിന്നുള്ള രാഹുലിനെ ട്രഷററായി തീരുമാനിച്ചതായും ഈ വാർത്തകളിൽ പറയുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ഫ്രാക്ഷൻ യോഗത്തിലാണ് ഈ പാനൽ അവതരിപ്പിച്ചത് എന്നതാണ് പുറത്തുവന്ന വാർത്തകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാർത്ത ശരിയാണെങ്കിൽ ഇനി എന്തിനാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം നടത്തുന്നത് എന്നാണ് എനിക്ക് സംഘാടകരോട് ചോദിക്കാനുള്ളത്. സംഘടനാ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാന അജണ്ടയിലെ തീരുമാനം സമ്മേളനം തുടങ്ങും മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അത്ര നിഷ്കളങ്കമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ചിന്തയും വിജയനും എല്ലാം കഴിവുള്ള നേതാക്കൾ തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി ഏറ്റുവെക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുക എന്ന രീതി മാറ്റി ഡിവൈഎഫ്ഐയെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇനിയെങ്കിലും ആ സംഘടനയ്ക്ക് തന്നെ വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. സമ്മേളന പ്രതിനിധികളുടെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം ആരാണോ തെരഞ്ഞെടുക്കപ്പെടുന്നത് അവരാണ് ഡിവൈഎഫ്ഐയെ നയിക്കാൻ യോഗ്യരായവർ. അതല്ലാതെ മുൻകാലങ്ങളിൽ നടന്നതുപോലെ ഏതെങ്കിലും CPM നേതാക്കളുടെ താല്പര്യപ്രകാരം ഭാരവാഹികളെ അടിച്ചേൽപ്പിച്ചാൽ പുതിയ കാലത്ത് അത് ഡിവൈഎഫ്ഐക്ക് ഗുണം ചെയ്യില്ല. ജനങ്ങൾ CPMൽ നിന്ന് അകലാനും ഭരണം നഷ്ടപ്പെടാനും എല്ലാം പ്രധാന കാരണം നേതൃരംഗത്തെ പിഴവാണ്. അത്തരം പിഴവുകൾ ഡിവൈഎഫ്ഐയിലും ആവർത്തിച്ചാൽ ആ സംഘടനയും വലിയ തകർച്ചയിലേക്കാണ് പോവുക. സ്വതന്ത്ര സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്ന് ചുമ്മാ പ്രസംഗിച്ചാൽ മാത്രം പോരാ. സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള അവകാശവും അവർക്ക് CPM നേതൃത്വം നൽകണം. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനമാണ് ഡിവൈഎഫ്ഐ ഭാരവാഹികളെ തിരഞ്ഞെടുക്കേണ്ടത്. അതിനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ആ സംഘടനക്ക് നൽകണം. നിലവിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ചിന്താ ജെറോം. എന്നാൽ CPMലെ ഈ സീനിയോറിറ്റി അല്ല, ഡിവൈഎഫ്ഐയിലെ അവരുടെ പ്രവർത്തനം മുൻനിർത്തിയായിരിക്കണം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. പാർട്ടി പരിപാടി ആയാലും സംഘടനയുടെ പരിപാടി ആയാലും അമ്മയെ ഒപ്പം കൊണ്ടു നടക്കുന്ന ഒരു ശീലം ചിന്തയ്ക്കുണ്ട്. അത് ശരിയായ ഒരു രീതിയാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതും തന്നെയാണ്. ഇനി വനിതാ നേതാക്കളെ പ്രധാന ഭാരവാഹി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന നിലപാടിന്റെ ഭാഗമായാണ് തീരുമാനമെങ്കിൽ അക്കാര്യത്തിലും ചോദിക്കാൻ ചില ചോദ്യങ്ങളുണ്ട്. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയേറ്റ് എടുത്ത ഈ തീരുമാനവും ഭൂരിപക്ഷം ജില്ലകളിലും അട്ടിമറിക്കപ്പെട്ടിട്ടില്ലേ? ആകെ 4 വനിതാ ജില്ലാ പ്രസിഡന്റുമാർ മാത്രമേ ജില്ലാ സമ്മേളനങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ എന്നത് സഖാക്കൾ ആരും തന്നെ മറന്നുപോകരുത്. ഒരു ജില്ലയിലും സെക്രട്ടറി സ്ഥാനം വനിതകൾക്ക് നൽകിയിട്ടില്ല. കണ്ണൂർ, പാലക്കാട്, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് പ്രസിഡന്റായി വനിതകൾ എത്തിയത്. ഇടുക്കി, പത്തനംതിട്ട ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഈ നിബന്ധന കൊണ്ടുവന്നത് എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. കൊല്ലം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ട്രഷറർ സ്ഥാനം മാത്രമാണ് വനിതകൾക്ക് നൽകിയിരിക്കുന്നത്. എല്ലാ കമ്മിറ്റികളിലും കുറഞ്ഞത് 20% വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന ഭരണഘടനാ ഭേദഗതികളിലൂടെ ഡിവൈഎഫ്ഐ കർശനമായ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. വെറും കമ്മിറ്റി അംഗങ്ങൾ എന്നതിലുപരി പ്രധാന ഭാരവാഹിത്വങ്ങളിലേക്ക് വനിതാ നേതാക്കളെ തിരഞ്ഞെടുക്കണമെന്നതാണ് പുതിയ തീരുമാനം. ഈ തീരുമാനത്തെ അഭിനന്ദിക്കുമ്പോൾ തന്നെ സെലക്ടീവായി നടപ്പാക്കുന്ന രീതിയെ എന്തായാലും ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് ഒരു സമര സംഘടനയാണ്. ഈ സമര സംഘടനയെ കേവലം പൊതുച്ചോർ സംഘടനയാക്കി ഒതുക്കിയത് തന്നെ അനവധി രക്തസാക്ഷികളെ സൃഷ്ടിച്ച ഈ മഹാപ്രസ്ഥാനത്തോട് ചെയ്യുന്ന മഹാപാപമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ. ഡിവൈഎഫ്ഐയുടെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ എന്താണ്? ഭരണവിലാസം സംഘടനയായി നിൽക്കാനാണോ ലക്ഷക്കണക്കിന് പേർ ഈ സംഘടനയെ ചേർന്നിരിക്കുന്നത്? ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലും പിറകോട്ടടിപ്പിക്കുന്ന നിഷ്ക്രിയത്വമാണ് ഈ കാലയളവിൽ സംഘടനയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അനീതി എവിടെ കണ്ടാലും ആര് ചെയ്താലും അത് ചോദ്യം ചെയ്യണം. അതിന് കഴിയില്ലെങ്കിൽ പിന്നെ സ്വതന്ത്ര സംഘടന എന്നൊന്നും പറയരുത്. PM ശ്രീ മുതൽ പലതും VD സതീശൻ സർക്കാർ ഒരു എളുപ്പമില്ലാതെ നടപ്പാക്കുമ്പോഴും ന്യായീകരണങ്ങളെല്ലാം തന്നെ നിർത്തുമ്പോഴും അതിനെതിരായ ഡിവൈഎഫ്ഐ നേതാക്കളുടെ പ്രതികരണങ്ങൾ ചീറ്റിപ്പോകുന്നതും കോമഡിയായി മാറുന്നതും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവർ സ്വീകരിച്ച നിലപാടുകൾ ഒന്നുകൊണ്ട് മാത്രമാണ്. അതെന്തായാലും പറയാതിരിക്കാൻ കഴിയുകയില്ല. ഡിവൈഎഫ്ഐയുടെ ഈ അവസ്ഥ ഇനിയെങ്കിലും മാറിയാൽ മാത്രമേ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും കേരളത്തിൽ മുന്നേറാൻ കഴിയൂ. തൊഴിലില്ലായ്മ മുതൽ വിദ്യാഭ്യാസം വരെ, അതുപോലെ തന്നെ മതനിരപേക്ഷത മുതൽ പൊതുമേഖലാ സംരക്ഷണം വരെ യുവജനങ്ങളെയും സമൂഹത്തെയും ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾക്കെതിരെ മുൻകാലങ്ങളിൽ തെരുവിൽ പോരാടിയ സംഘടനയാണ് ഡിവൈഎഫ്ഐ. ജനവിരുദ്ധരായ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ ഡിവൈഎഫ്ഐയെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കാലവും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തിനേറെ നെഞ്ചിവിരിച്ച് കൈകോർത്ത ഈ കേരളത്തെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തെ പാറശാല വരെ അളന്ന പ്രസ്ഥാനമാണിത്. ഇങ്ങനെയൊക്കെ ഒരു ചരിത്രമുള്ള ഡിവൈഎഫ്ഐയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നത് പുതിയതായി സംഘടനയെ നയിക്കുവാൻ പോകുന്നവരും അവരെ ചുമതല ഏൽപ്പിക്കാൻ തീരുമാനിച്ചവരും ഓർക്കുന്നത് നല്ലതായിരിക്കും.